ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെയധികം സ്വാദിഷ്ടമായ സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇവിടെ ഇതാ കുക്കറിലേക്ക് ഒരു 3/4 കപ്പ് പരിപ്പ് നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതാ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് 2 വിസിലടിച്ചെടുക്കണം. ഇവിടെ ഇതാ പരിപ്പും മത്തങ്ങയും നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു തവി വെച്ച് നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. സാമ്പാറിന് പരിപ്പ് നന്നായി തന്നെ വെന്ത് വന്നെങ്കിൽ മാത്രമേ വളരെയധികം ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നത് കാരണം സാമ്പാർ നല്ല കൊഴുപ്പായിരിക്കും. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതാ കുറച്ച് ചേന ഇട്ട് കൊടുക്കുന്നുണ്ട്, വഴുതനങ്ങ. ഇനി ഇതിലേക്ക് കുറച്ച് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൊത്തമരയും പച്ചപ്പയറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളരിക്കയുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സബോളയുടെ 1/4 ഭാഗമാണ് കേട്ടോ ഞാൻ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയെടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇനി നന്നായി തന്നെ പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കൂടിക്കഴിഞ്ഞാൽ സാമ്പാറിന് വളരെയധികം പുളിരസമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എപ്പോഴും ഒഴിച്ചു കൊടുത്താൽ മതി, നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സാമ്പാർ പൊടിയൊക്കെ നല്ല സാമ്പാർ പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇവിടെ ഇതാ ഞാൻ ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വിസിൽ വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒന്ന് മൂടി വെച്ചിരുന്നാൽ മാത്രം മതി. സാമ്പാർ കഷ്ണങ്ങൾ ഒരു 3/4 ഭാഗം മാത്രമേ വെവാൻ പാടുകയുള്ളൂ. പരിപ്പും മത്തങ്ങയും നന്നായി തന്നെ നമ്മൾ വെന്തുടച്ച് കൊടുത്തത് കാരണം സാമ്പാർ കഷ്ണങ്ങളും അധികം വെവുകയാണെങ്കിൽ സാമ്പാറിന് അധികം ടേസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെയാണെങ്കിൽ സാമ്പാറിന് നല്ല കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇവിടെ ഇതാ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെണ്ടയ്ക്ക കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇവിടെ ഇതാ സാമ്പാർ പൊടിയൊക്കെ നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെയധികം രുചികരമായ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ സാമ്പാർ നന്നായി തന്നെ കുറുകി വരും. അധികം വറ്റിച്ചെടുക്കുകയാണെങ്കിൽ സാമ്പാർ പെട്ടെന്ന് തന്നെ കുറുകിപ്പോകും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. വളരെയധികം സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിനും ദോശയ്ക്കും അപ്പത്തിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണിത്. ഇതിപ്പോൾ കണ്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.